തച്ചനു പോലുമാ കള്ളക്കഥയുടെ ചൂരുണ്ട്. ഒരച്ഛന്റെ നെഞ്ചകം പിളർക്കുന്ന നോവുമായി ഒഴുകുന്ന ആറിലെ കന്നിയോളങ്ങളിന്നും. പന്തിനുകുലത്തിലെ പഞ്ചമി പെണ്ണിന്റെ 12 മക്കളിൽ അതിശ്രേഷ്ഠൻ. തത്വശാസ്ത്രങ്ങളിലെ തുതിക്കും പെരുമ കൊണ്ട് കേമരായൊരു പെരുന്തച്ഛൻ. വീതുളിയാലവൻ ശില്പങ്ങൾ തീർക്കുന്ന കാഴ്ചയ പെണ്ണിന്റെ ഉള്ളിൽ. കാമന്റെ വീതുളി പാടുകൾ തീർത്തു മേലെ കാവിന്റെ നടവഴിയിൽ. അവത്തൻ കളിച്ചിരി പല കുറി നിറഞ്ഞു കരിമഷി കണ്ണിലെ പരിഭവമലരിൽ. തച്ചൻ പല പല ശില്പങ്ങൾ തീർത്തു. മധുവിധുനാളിന്റെ മധുരം തീരുമുണ്ട് താരാട്ടായൊരു പൊന്നുണ്ണി പിറന്നു. കയ്യോ വളരണ കാലോ വളരണ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. 5 വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ അമ്പല നടക്കലെ അരയാലിൽ കൊത്തിയ ഗരുഡനെ കണ്ട് അച്ഛനും അമ്മയും അന്തിച്ചു പോ. അതുവഴി വന്ന തിരുമേനി മൊഴിഞ്ഞു അച്ഛന്റെ പുത്രനും കേമനാണ്. ആ കൈയുടെ പുണ്യമീ ഉണ്ണിക്കുണ്ട്. വഴിപോക്കരാരോ പറഞ്ഞ വാർത്ത കേട്ട് ആറിന്റെ തീരത്തെ കോടി ഞാൻ. വർഷങ്ങൾക്കപ്പുറം ഞാൻ തീർത്ത പാവയെ എൻ കണ്ണൻ തകർത്തുവത്രേ. കൺമുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞതില്ല. 1000 ചന്ദ്രന്മാർ ഒന്നിച്ച പോലെ മറ്റൊരു പ്രതിമയെ തീർക്കുന്നു കണ്ണൻ. മങ്ങലേൽക്കുന്നൊരു അച്ഛന്റെ പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്നെന്റെ കൺമണി. കോലോത്തു നിന്നുള്ള കുറിമാനമെത്തി തെക്കിനിട്ടേവർക്ക് ശില്പങ്ങളും മേൽക്കൂരയും തീർത്തിടേണം. ഉണ്ണിയെ കൂട്ടി ഞാനില്ലപ്പടി കേറി ദേവരെ തൊഴുതാ പണി തുടങ്ങി. നാളുകൾ നീങ്ങവേ നട്ടുച്ച നേരത്ത് നെയ്യും മനസ്സും തളർന്നിരിക്കുമ്പോ ഉത്തരം മുറുക്കവേ ഞാൻ ആ കാഴ്ച കണ്ടു. പുരയ്ക്കു താഴെ ദേവി ശില്പം കൊത്തിയെടുക്കുന്നു മകൻ. കാവിലമ്മ പ്രത്യക്ഷയായ പോൽ ആ കാഴ്ച കണ്ട് അറിയാതെ വീതുളി കൈവിട്ടുപോ. പൊന്മകന്റെ ശിരസറ്റു വീണുപോ. ബോധം മറഞ്ഞു ഞാൻ തറയിൽ വീണു. കണ്ണു തുറന്ന നേരം ചുറ്റിലും കേൾക്കുന്നു പെരുമക്കായ് പുത്രന്റെ തലയറുത്തു അച്ഛൻ. ഞാനാ കൊടും പാപം ചെയ്തിട്ടില്ല. എൻ കൈയാലുണ്ണി നിൻ തലയറുക്കാനാകുമോ? വീതുളി പിടിക്കാൻ തന്ന കൈയല്ലേ എൻ നെഞ്ചിൽ കിടത്തി ഞാൻ താരാട്ടു പാടിയ കൈയല്ലേ. ഉളിയന്നൂർ നാട്ടിലെ പണലിന്നും നാടാകെ പാടുന്നുണ്ടാകുന്ന കഥ. പേരിനും പെരുമയ്ക്കും വേണ്ടി തച്ചൻ ആരോമൽ പുത്രനെ തലയറുത്തേ. ഒരച്ഛനും ചെയ്യാത്ത അപരാധം ചെയ്ത തച്ചനിന്നും പെരുന്തച്ഛനായി. തച്ചനിന്നും പെരുന്തച്ഛനായി. തച്ചനിന്നും പെരുന്തച്ഛനായി.